ഇന്ന് നമുക്ക് ചടപടേന്ന് നല്ല കൊഴുത്ത ചാറോട് കൂടിയ നല്ലൊരു മീൻകറി തയ്യാറാക്കിയാലോ. നമ്മുടെ മീൻകറി നല്ല കൊഴുത്ത ചാറിൽ കിട്ടാനുള്ള ഒരു ട്രിക്ക് ഞാൻ പറയുന്നുണ്ട്. ആദ്യം ഞാൻ എടുക്കുന്നത് അതിന് വേണ്ട പൊടികളാണ് കേട്ടോ. 1 കിലോ നിന്മേൻ്റെ കണക്കിനാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ 3 തൊട്ട് 4 ടേബിൾ സ്പൂൺ വരെ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ നിറച്ച്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. പിന്നെ നല്ല കൊഴുത്ത ചാറ് കിട്ടാനായിട്ട് ആ പൊടിയിലേക്ക് തന്നെ ഒരു 10-12 കൊച്ചുള്ളി അരിഞ്ഞിട്ടിട്ട് ഒരു 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് അരച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കണേ. 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 1/2 ടീസ്പൂൺ ഉലുവായും 1 ടീസ്പൂൺ കടുകും ഇട്ട് പൊട്ടിക്കഴിയുമ്പോഴേക്കും അതിലേക്ക് 3 പച്ചമുളക് നടുവേ കീറിയതും, വലിയ ഒരു കുടം വെളുത്തുള്ളി നീളത്തിൽ കനം കുറച്ചരിഞ്ഞതും, 1.5 ഇഞ്ചിൻ്റെ നല്ല വലിയൊരു കഷ്ണം ഇഞ്ചി വളരെ പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ. പിന്നെ അതിലോട്ട് വേണ്ടത് അതെല്ലാം ഒന്ന് വഴന്നു വരുമ്പോഴേക്കും ഒരു 3/4 കപ്പ് അരിഞ്ഞ കൊച്ചുള്ളിയും 3-4 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് 1 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ. ചിലരെ മീൻകറിയിൽ അധികം കൊച്ചുള്ളി ഇടാറില്ല, പക്ഷേ കൊച്ചുള്ളി ഇടുമ്പോഴേക്കും വളരെ നല്ല ടേസ്റ്റുമാണ്, നല്ല കൊഴുപ്പും കിട്ടുമേ. ഇതുപോലെ മൂത്ത് നല്ലൊരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ വേണം അതിലോട്ട് നമ്മൾ അരച്ച് വെച്ച് അരപ്പിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാനായിട്ട്. പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനിയിപ്പം നമുക്ക് അരച്ച് വെച്ച അരപ്പെല്ലാം ചേർക്കാം. എന്നിട്ട് നമ്മൾ ആ അരച്ച് മിക്സിയിലെ ജാറും കൂടെ കഴുകിയിട്ട് അതിനകത്തെ വെള്ളം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ച് നല്ല ഡാർക്ക് ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റണേ. പിന്നെ ഈ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള ഒരു 3-4 കഷ്ണം കുടംപുളിയും നന്നായിട്ടൊന്ന് കഴുകി കഴിഞ്ഞിട്ട് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് ആ പുളി ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് വെച്ചേക്കണേ. അരപ്പ് ഇത്രയും നന്നായിട്ട് അടുക്കി പിടിക്കാതെ വഴറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്ത് വെച്ചാൽ മതി. ഞാൻ എപ്പോഴും ചെയ്യുന്നത് അരപ്പ് വഴറ്റി ഡ്രൈ ആയെന്ന് തോന്നുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുവേ. എന്നിട്ട് വീണ്ടും ഇളക്കും. വീണ്ടും അതിലെ ഈർപ്പമയം പോയി എന്ന് തോന്നുമ്പോൾ വീണ്ടും കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കും. അങ്ങനെ നമ്മൾ എത്ര നന്നായിട്ട് അരപ്പ് വഴറ്റുന്നോ അതിനനുസരിച്ച് നമ്മുടെ മീൻകറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല നിറവുമായിരിക്കുവേ. ഇപ്പം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ആ ഒരു പുളി വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് എക്സ്ട്രാ 1 കപ്പ് വെള്ളവും ഒഴിച്ച് ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരപ്പ് ചേർന്ന് വെള്ളമൊക്കെ തിളച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളും അതിനകത്ത് പെറുക്കിയിട്ടിട്ട് ഒട്ടും പൊടിഞ്ഞു പോകാതെ സൂക്ഷിച്ച് ഒന്ന് ഇളക്കിയൊന്ന് കൊടുത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ആ കറിച്ചട്ടി എടുത്ത് ഒന്ന് കറക്കി ചുറ്റി വെച്ചാലും മതി കേട്ടോ. കഷ്ണം പൊടിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പം നമ്മുടെ മീൻകറിയൊക്കെ കറക്റ്റായിട്ട് വെന്ത് നല്ല പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. പിന്നെ ഉപ്പ് വീണ്ടും കുറച്ച് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ഒരു വലിയൊരു തക്കാളിയും കൂടി ആ ചൂടോടെ തന്നെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നല്ല ചാറ് തോന്നിക്കുന്നുണ്ടെങ്കിലും കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് ചാറ് കുറുകി വരുവേ. അങ്ങനെ നമ്മുടെ അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്യാൻ മറക്കല്ലേ.